എന്റെ പേര് മധുന. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ എന്നെ കൊണകൊണയെന്ന് വിളിക്കുന്നു. എന്റെ കൂടെ ഒരു അസിസ്റ്റന്റ് പയ്യ ഉണ്ടായിരുന്നല്ല, മെല്ലിച്ചിട്ട് നിന്നെ പോലെ ഇരിക്കും. അവന്റെ ഓർമ്മ വരും എനിക്ക് നിന്നെ കാണുമ്പോ കൊണശേര. അതിന് അവൻ വേറെ ക്യാമറയിലൂടെ പോയില്ലേ? അവനെ ഞാൻ തന്നെയല്ലേ പറഞ്ഞു വിട്ടത്. അവൻ പോയി രക്ഷപ്പെട്ടോട്ടെന്ന്. പിന്നല്ലാതെ. പിന്നെ നീ ഇച്ചിരി വെള്ളം ഇഞ്ഞെടുത്തുണ്ടോ? എന്റെ ജോലി പ്രൊഡക്ഷനിലല്ലേ, ഞാൻ ഡ്രൈവറാണ്. അവിടെ പറയാൻ വെള്ളത്തിന്റെ കാര്യം ഡാടാ, നീ ഇവിടെ നില്ലേ? ഇന്നലെ വരെ ഈ ഷോട്ട് എടുത്തപ്പോ നിന്നെ ഇവിടെ കണ്ടില്ലല്ലോ. ഇന്ന് മാത്രം ആ മയപ്പിൽ ഒഴിയണ കണ്ടപ്പോ ഓടി ഇങ്ങ് വന്നല്ലയോ? അത് ഇന്നലെ എടുത്തത്, ഒരാഴ്ചയായിട്ട് ഞാൻ നോക്കിയിരിക്കാണ്. അത് ശരി. അപ്പൊ നിനക്ക് സ്ക്രിപ്റ്റ് പരിശോധന ഉണ്ടല്ലയോ? ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോന്ന് കാണണോ എനക്ക്? ആ ഫാൻ ഇങ്ങോട്ട് തിരിച്ചു വെക്ക്. ലൈറ്റ്സ് ഓൺ. അയ്യോ, എന്നെ ഞാൻ കേക്കുന്നേ. ഇത്രയും വലിയ കോടീശ്വരനായ അങ്ങ് കേറിയിട്ട് എന്നാ വിളിച്ചേ? സാറേന്നാ. ആ ചാമര എന്നെ എടാ വില്യമേന്നാ വിളിക്കുന്നേ. അങ്ങനെ എന്തെങ്കിലും വിളിച്ചാ മതി കേട്ടാ. എടാ വില്യമേ. അയ്യോ, ഞാനൊരു ശീലന് കയറി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഉടനെ കയറി അങ്ങോട്ട് ശരി. എടാ വില്യം സാറേ, ഇനി എങ്ങനെ കാര്യങ്ങൾ? ഇപ്പൊ പാക്കപ്പല്ലേ, ഇനി സ്റ്റുഡിയോയുടെ അകത്തുള്ള വർക്കുകളൊക്കെ ഉള്ളു. അത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ. ഞാൻ ചോദിച്ചത് മറ്റേ കാര്യങ്ങള്. മിക്സിങ്, ഗ്രാഫിക്സിന്റെ കാര്യമല്ലേ ഉദ്ദേശിച്ചത്? ഞാനൊരു പോങ്ങനാന്നിരിക്കല്ലേ. എന്റെ ഫാനിന്റെ പരിസരത്തിൽ വിളിച്ച ആ പെണ്ണുണ്ടല്ലോ, എന്താ ബലാലിന്റെ പേര്? ലിസ. മുഴുവൻ പേര് എലിസബത്ത്. എന്ത് ചെയ്താനോ അതിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്ത് കാര്യങ്ങള്? എടാ, വർക്ക് പിടിക്കാൻ നേരത്തെ നിന്റെ അച്ചായൻ സാറ് ഒളിഞ്ഞും തെളിഞ്ഞും പല ഓഫറുകളും എനിക്ക് തന്നിരുന്നു. കൂടെ നീയും. ആര്? ലിസയാ? എന്റെ പൊന്നിക്ക, കൊടി കെട്ടിയ ഒരുപാട് അവന്മാര് വിചാരിച്ചതാ നടക്കൂല. അവളെ തള്ളയുണ്ടല്ലോ, ഒരു മറുതയാ. അവര് തിളച്ചങ്ങ് ചൂടായി വന്നാലുണ്ടല്ലോ, ഈ കട കമ്പനിയിലെ സകല ഫാനും കൊണ്ടുപോയിട്ട് കറക്കാലും തണക്കൂല. ഇത് നടക്കൂല. അല്ലടാ, അതെ, എല്ലാ മോഡൽസും അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് കേട്ടാ ഞാൻ ഈ പണ്ടാരം പിടിക്കാൻ ഇറങ്ങിയത്. എന്നിട്ട് ഇപ്പൊ കയ്യിലിരുന്ന് കായ് പോയത് മിച്ചം. എന്റെ പൊന്നിക്ക, ആ ലിസ പറ്റൂലെന്നല്ലേ പറഞ്ഞോളൂ. വേറെ ഒരുപാടുണ്ടല്ലോ. പിന്നെ അല്ലാണ്ട് നല്ല പെടക്കണ ഐറ്റംസ് ഇല്ലേ? അപ്പൊ ഈ കേക്കണലൊക്കെ സത്യം ഉണ്ടല്ലേ? സത്യാണോന്നോ? നഗ്ന സത്യം. അതാണ് എനിക്ക് വേണ്ടത്. നഗ്ന സത്യ. ഒട്ടുമുക്കാലും ഫോർ സെയിലാ. ഫോർ സെയിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആദായ വിൽപ്പന. രണ്ടാദായ വിൽപ്പന. ഹായ്. ഇയാളെന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? 4 വർഷം സൗദിയിലായിരുന്നേ. അത് ഈ ആഡ് ഷൂട്ട് ചെയ്യാനാ കണ്ടു വന്ന. ഇതേപോലെ വല്ല സ്റ്റുഡിയോ തുടങ്ങിയാൽ മതിയായിരുന്നു. ആരെ കാണാനാ? ഇവിടുത്തെ അച്ചായൻ സാറിനെ വരാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ ഈ പറഞ്ഞ അച്ചായൻ സാറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാ ഞാന്. ഈ സായനോല സ്റ്റുഡിയോയിലെ ഓൾ ഇൻ ആളും. ഇനി പറ, എന്തിനാ വന്നത്? ഇയാളും ആ അച്ചായന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരാണോ? ഞാനും കൊറേയൊക്കെ സൂക്ഷിക്കാറുണ്ട്. ഒരു മനസാക്ഷി ഇല്ലാത്ത ആ നസ്രാണിക്ക് 2 മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. അതെ, എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. ചോദിച്ചത് കേട്ടില്ലേ? എന്തോ പരസ്യമുണ്ടെന്ന് അച്ചായൻ സാറ് പറഞ്ഞിരുന്നു. ഈ അണ്ടർ ഗാർമെന്റ്സിന്റെ വല്ലോ? അങ്ങനെ ഏതാണ്ടാണ് ഈ പെണ്ണുങ്ങൾ ഇടുന്ന ബോഡീസ്. ബോഡീസ് അല്ല, ബാഡീസ്. ബാഡീസ്. ഈ കൊച്ചാണോ മോഡല്? അതെ, എന്റെ മോളാണ്. ഒന്ന് എഴുന്നേറ്റ്. അക്ക ഒന്ന് ഇരിക്കുക, അടങ്ങ്. ഒരുപാട് എഴുന്നേക്കെ ഇരിക്കുകയും ചെയ്തതല്ലേ. ആ കൊച്ചെഴുന്നേക്ക്. ഒന്ന് തിരിഞ്ഞ്. അതെ, അച്ചായനെ കുട്ടിയെ കണ്ടായിരുന്നു? ഫോട്ടോ കണ്ടിരുന്നു. അയ്യ, ഫോട്ടോ എന്തൊരു 3Dയാ? ഒരു മനസാക്ഷി ഇല്ലാത്തവൻ. ആര്? ഞാനോ? താനല്ല, അവൻ. പൈസ മുടക്കുന്നവന് ഒരു വിലയില്ല ഇവിടെ. അത് തന്നെ. കുട്ടി, ഇനി ഇരുന്നോളൂ. ആരാ പോയേ? സ്വാമി. പോത്തുസ്വാമി എന്നാ എല്ലാരും വിളിക്കുന്നേ. പോത്തിറച്ചിയോടാ കമ്പം. സ്വഭാവം അതുപോലെയാ. മോള് പേടിക്കണ്ട, പോത്തുസ്വാമിയാ.
ഇക്ക വാ. ഇക്ക വാന്ന്. അല്ല വില്യം സാറേ, ആ കൊച്ചിന്റെ തലയിലെടുത്ത് നിങ്ങളുടെ ആ സാമിയില്ലേ മൂപ്പരെന്തോ അണ്ടർ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ, അതെന്താ? അത് അണ്ടർ ഗാർമെന്റ്സ് എന്നാ പറഞ്ഞു. അണ്ടർ ഗാർമെന്റ്സ് അതെന്ത് തന്നെയാ? തേങ്ങയും മാങ്ങയൊന്നുമല്ല, അടിവസ്ത്രങ്ങൾ. ആ പെങ്കൊച്ചെന്തിനാ വന്നേ? അതിന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി വന്നു. ഈ അണ്ടർ മാത്രം ഇട്ടോണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ ആ പെങ്കൊച്ച് അഭിനയിക്കുവോ? ആ പരസ്യം പിന്നെ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അയ്യേ, കാണാൻ പറ്റുമോ? അത് പിന്നെ ആ പരസ്യം വരുമ്പോ നമുക്ക് എല്ലാവർക്കും കാണാമല്ലോ. അതല്ല, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോന്ന്. നിർബന്ധാണോ? നിർബന്ധാണോ? സീരിയസാ? ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. ആണോ? കാലങ്ങളായി സൗദി കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടിട്ട് വേണ്ടപ്പെട്ടവര് പറയും നാട്ടിൽ പോയി എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ. അങ്ങനെയാണ് ഞാൻ ഈ പങ്കട ബിസിനസ് തുടങ്ങിയത്. ഇപ്പൊ ആലോചിക്കുന്നു, ഇതേപോലെ വല്ല അണ്ടർ ബിസിനസ് തുടങ്ങിയാലോന്ന്. അതാവുമ്പോ മാസം മാസം ഓരോ പരസ്യം പിടിക്കാമല്ലോ. എന്താ മുതലാളി, രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന? എന്താ വിളിച്ചത്? മുതലാളിന്ന്. ഓ, അതെനിക്ക് ഇഷ്ടായി. എന്റെ കമ്പിലുള്ള ആൾക്കാർ പോലും എന്നെ ഇങ്ങനെ മുതലാളി വിളിച്ചിട്ടില്ല. ഇഷ്ടായി സ്വാമി. അതുപോട്ടെ, കാര്യം പറ. ഓ, ഒന്നും പറയേണ്ടതാ. കാര്യം കഴിഞ്ഞപ്പോ ഇവിടെ എല്ലാരും പുണ്യാളന്മാരായി. അതെന്താടാ വില്യംസ്? ആ ലിസേനെ ഒപ്പിച്ചു കൊടുക്കുന്ന പേരാണ്. വിശ്വസിക്കാമോ? 101% പോയിട്ട് പാടോ മുതലാളി. ആ വില്യംസ്, നീ ഒന്ന് വർക്ക് ബാക്കപ്പായി. നീ ഒന്നുകൂടെ ദക്ഷിണ വെക്കേണ്ടി വരും. എന്തിന്? ഈ പണിയെ നീ വിചാരിച്ചത്ര എളുപ്പമല്ല. ഏത് പണി? അറേഞ്ച്മെന്റ്സ്. എടോ മുതലാളി, ഉള്ളിലുള്ള വീക്ക്നസ് തുറന്നു പറഞ്ഞപ്പോ ഉള്ള ബഹുമാനവും പോയി. ഒരു വേദനിക്കുന്ന ഗൾഫുകാരന്റെ മനസ്സ് ഇവിടെ ആരും മനസ്സിലാക്കുന്നില്ല. ലോലേ, എന്തടി ഇത്ര നാണിക്കാൻ? വയസ്സറിയിച്ച ഈ കണ്ട കാലം അത്രയും ലീലേന്ന് വിളിക്കുമ്പോ വിളിക്കേട്ട് ശീലിച്ചതാ. ഇവിടെ ആയിട്ട് വന്നപ്പോഴാ മാഡം എന്റെ പേര് മാറ്റിയത്. ലോലി എന്നുള്ള വിളി കേൾക്കുമ്പോ സത്യത്തിൽ എനിക്ക് നാണം വരുവാ. ഓ, എന്തു മുടിയുണ്ടായിരുന്നു, ഇപ്പൊ അതും പോയി. തിക്കുരിശി അമ്മാവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ശീലമായത്. ആരെ കണ്ടാലും പേരൊന്നും മാറ്റാൻ തോന്നും. ആരും മോശമായിട്ടില്ല. ഈയിടെ കാർത്തിക കുഞ്ഞിന്റെ കൂടെ പോകുമ്പോഴേ എന്നെയും പിടിച്ചു നിർത്തും. എവിടെ? ഫ്രെയിമില്. ഞാൻ പേടിച്ചു പോയി. ഓ മാഡം, ഞാൻ അത്തരക്കാരിയൊന്നും അല്ല. മതി നിന്ന് കൊഞ്ചീത്. ചെന്ന് പുട്ടും പയറും പപ്പടം എടുത്തു വെക്കേ. ഇപ്പൊ തരാവേ. അതെ, ഒന്ന് ചോദിച്ചോട്ടെ, എന്നും ഈ പുട്ടും പയറും പപ്പടവും കഴിച്ചാൽ മടുക്കൂലേ? ഇടയ്ക്ക് വല്ലോ ഇഡ്ഡലിയോ ദോശയോ? പോയി പുട്ടും പയറും പപ്പടം എടുത്തു വെക്കണേ. വിശ്വസ്തയുടെ പര്യായം, ഗുണമേന്മയിൽ മികച്ചത്. ഇത്തരം ചവറ് വരികൾ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പല പരസ്യങ്ങളിൽ പലവട്ടം. കഷ്ടകാലത്തിന് വമ്പം പരസ്യങ്ങൾ കിട്ടുന്നത് ഇത്തരം തെണ്ടികൾക്കാ. അത് ഗുരുജി എഴുതുന്ന വരി. അത് പെർഫെക്റ്റാ. ഹലോ, ഇങ്ങ് വന്ന് ഇരി പെണ്ണുങ്ങളെ, ചോദിക്കട്ടെ, എന്തൊക്കെയാ വർക്കുകള്? ഗംഗയ്ക്ക് നാളെ ഒരു ആൽബം ഉണ്ട്, എനിക്കൊരു TV ആഡും. അപ്പൊ ഇന്ന് ഫുൾ ഫ്രീ അമ്മാമേ. നനയും കുളിയും. അപ്പൊ നിനക്ക് വീട്ടിൽ പോണ്ടേ? ഇല്ല അമ്മമ്മേ, ഞാൻ പോണില്ല. അമ്മയുടെ മുഖം കാണുമ്പോ എനിക്ക് സങ്കടവും ദേഷ്യവും വരും. കിട്ടുന്നതിൽ പങ്ക് ഞാൻ അക്കൗണ്ടിലിട്ട് കൊടുക്കുന്നുണ്ട്. ATM ഉപയോഗിക്കാനൊക്കെ പഠിച്ചു. പിന്നെ പുതിയൊരു ലോഹിക്കാരനുണ്ടെന്നാ കേട്ടത്. ചില സ്ത്രീകളുടെ ജീവിതം അങ്ങനെയാ കുട്ടി. എത്ര ആലോചിച്ചാലും ഒരു പിടിയും കിട്ടില്ല. അമ്മാമേ, സൈനോരയിൽ നിന്ന് ഗുരുജി പറഞ്ഞിട്ട് പേയിങ് ഗസ്റ്റ് ആയിട്ട് ഒരു കുട്ടി വരുന്നുണ്ട്. ഒരു പാവം കൊച്ചാണെന്നാ കേട്ടത്. അമ്മാമ്മ എടുത്തിട്ട് റാഗ് ചെയ്യല്ലേ പ്ലീസ്. വരട്ടെടി, അമ്മാമ്മ ഒന്ന് കാണട്ടെ. ആ, നിങ്ങൾക്ക് ഫ്രീ ആയ സ്ഥിതിക്ക് നമുക്കിന്നൊരു നാടൻ കോഴിയെ വാങ്ങിക്കാം. വറുത്തരച്ച് കറി വെച്ച് പുട്ടും കുത്താം. ലോലേ, ഈ കിളവി ചാകുമ്പോ കുഴിയിൽ ഒരു പുട്ടുകുറ്റി കൂടെ വെച്ചു കൊടുക്കണം. മോളി ചെന്നിരുന്ന് കുത്തട്ടെ. ഈ കാർത്തിക പറഞ്ഞ പാവം പേയിങ് ഗസ്റ്റ് എവിടെയാ? വന്നിട്ടുണ്ട് അമ്മമ്മേ, ഇപ്പൊ വരും. അമ്മാമേ, ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി.
പേയിങ് ഗസ്റ്റ് അല്ലേ? ഏ, പിന്നെയും പേയിങ് ഗസ്റ്റോ? എന്താ മോളുടെ പേര്? ഡയാന. ഡയാന. നല്ല പേരാ, പക്ഷേ കുഴപ്പം പിടിച്ച പേരുമാണ്. പേടിക്കണ്ട, എന്തിനിറങ്ങണേന് മുമ്പും ഈ അമ്മാമ്മയുടെ ഉപദേശം തേടിയാ മതി. മനസ്സിലായോ? ശരി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലം മുതൽ സിനിമയിലുണ്ടായിരുന്ന ആളാണ് നായരമ്പലം വസന്ത. ആരാണെന്നറിയോ? അറിയാം. ഈ ഞാൻ ഇപ്പോഴും ഉണ്ട്. അങ്ങനെയുള്ള ആളെ കാണാൻ വരുമ്പോ പുതിയ ചുവടുവെപ്പുകാർ ചില കാണിക്കൊക്കെ കൊണ്ടുവരണ്ടേ? ഇതൊന്നും ആരും പറഞ്ഞു തന്നില്ലേ? ഓ, സമാധാനപ്പെടാം അമ്മാമേ, സന്ധ്യ ആവട്ടെ. ഇന്നത് പറ്റില്ല. വറുത്തരച്ച് വെച്ച നാടൻ കോഴിയും പുട്ടുമാണ് ഇന്ന് ഉച്ചക്ക്. അമ്മാമ്മയ്ക്ക് ദഹിക്കണ്ടടി. ഡയാനെ, വാ, വീടൊക്കെ കാണാം. ഡീ വാ. നല്ല ഷേപ്പ് അല്ലടി ലോലെ. ആ, എന്താ അത്രയ്ക്ക്? ഹോ, പുട്ട് പോലെ ഇരിക്കണം. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെ, ആ പ്രായത്തിലേ എന്റെ ഷേപ്പ് ഒന്ന് കാണണായിരുന്നു. അതെ, അധികം ചിരിക്കണ്ട, പുട്ടേ മണ്ടേ കേറും. തൊടാൻ എന്തെങ്കിലും താടി? പുട്ടെടുക്കട്ടെ മാഡം? പുട്ട് നിന്റെ തൊടാൻ എന്തെങ്കിലും ചോദിക്കുമ്പോഴാ പുട്ട്. നീ നേരത്തെ വേറെന്തോ പറയാൻ പോയില്ലോ. മാഡം ഇത്തിരി ഒഴിക്കും മാഡം. മകളെ, നീ വീട്ടിൽ പോയി കണവനെയും കൊണ്ടുവരൂ, അപ്പോൾ ഞാൻ കോരി വിളമ്പാം ജീവന്റെ ജലം. കണ്ണവൻ. നിന്നെ രാവിലെ ബൈക്കിന്റെ മുകളിൽ കയറ്റി കൊണ്ടുവന്നതാരാ? അതാ എന്റെ കണവൻ. ആ, എന്നോട് കള്ളം പറയല്ലേ ലോലെ. ഒഴി. നിനക്ക് സ്വന്തമായിട്ട് കെട്ടിയാനുണ്ടോ ലോലെ? ആ, ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇവിടെ വന്ന് ഞാൻ പുട്ടു കുത്തുമായിരുന്നു. ഒഴി. കുട്ടികളെ, നീയും ഇരിക്കലോലെ. ഞാനിവിടെ നിന്നോളാം മാഡം. ഇന്നത്തെ പാഠം ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ആണുങ്ങൾ പൊതുവെ പാവങ്ങളാ, പക്ഷെ അവരത് സമ്മതിക്കില്ല. ഭയങ്കര സംഭവങ്ങളാണെന്ന് കരുതി അങ്ങോട്ട് നടക്കും. കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴഞ്ചരക്കായി. കാണിച്ച് കൊതിപ്പിക്കാനേ പാടുള്ളൂ. ഇപ്പൊ കിട്ടും പറഞ്ഞു മാരണം വരെ അവര് പിന്നാലെ നടന്നോളും. കേട്ടല്ലോ പാഠമൊന്നിന്റെ ചുരുക്കം. കൊടുത്ത് കളയരുത്, കൊതിപ്പിക്കാനേ പാടുള്ളൂ. ആ, ഇനി പോയി കിടന്നോളൂ. ലോലെ, പുട്ടെടുത്ത് വെക്കേ. കോഴി 2 കഷ്ണം എടുത്ത് പൊരിക്കേ. ഒരു ജഗ് തണുത്ത വെള്ളം ഇങ്ങ് താ. മാതാവേ, മുസ്തഫക്ക, എന്റെ പുണ്യാളന്മാരെ, ഇത് ആരായി വന്നിരിക്കുന്നത്? എത്ര നാളെ എന്റെ ജനാബി ഒന്ന് കണ്ടിട്ട്. ഞാനൊരു നടകൂടി ഒന്ന് പോയി. എവിടെ? അങ്ങ് സൗദിയില് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഒക്കെ അവസാനിപ്പിച്ചേ എന്നെ നേക്കുമായിട്ട് ഇങ്ങോട്ട് മടങ്ങിപ്പോന്നു. അതേതായാലും നന്നായി. അല്ല, അച്ചായൻ സാറും ഗുരുജിയൊക്കെ എവിടെ? പഴയ പോലൊക്കെ തന്നെ. എവിടെ? എല്ലാം പഴയതുപോലെ തന്നെ. പങ്കയൊക്കെ എങ്ങനെയൊക്കെ? കച്ചവടം നടക്കുന്നുണ്ടോ? രാപകല് പവർ കട്ട്. കറണ്ട് ബില്ല് അടയ്ക്കണമെങ്കിൽ ആധാരം പണയം വെച്ച് ലോൺ എടുക്കേണ്ട അവസ്ഥയാണ് ആൾക്കാർക്ക്. ഉള്ള ഫാനെ അവരിടുന്നില്ല, പിന്നല്ലേ പുതിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പുതിയ പ്രൊഡക്ഷൻ അങ്ങ് നിർത്തി. ഉള്ളത് എങ്ങനെയെങ്കിലും ഒന്ന് വിറ്റ് കളിക്കണം എന്ന് കരുതി മുസ്തഫ തോൽക്കും എന്ന് വിചാരിക്കണ്ട. ഇതെന്താ, ഇത് പെണ്ണുങ്ങളുടെ പ്രായല്ലേ? എത്ര പവർ കട്ട് വന്നാലും പെണ്ണുങ്ങൾക്ക് ഇത് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ലല്ലോ. ഇല്ലില്ല. ഇനി ഞാൻ വന്ന കാര്യം പറയാം. എനിക്ക് ഇതിന്റെ ഒരു പരസ്യം പിടിക്കണം. അന്ന് ഞാനൊരു തമാശക്ക് പറഞ്ഞ ഇക്ക സാക്ഷാത്കരിച്ചു. അതെ, കരിച്ചു. ഇതിന് പേരൊക്കെ ഇടണ്ടേ? പേരൊക്കെ ഞാൻ ഇട്ടു. ഒരു 3-4 അക്ഷരമുള്ള പേരായിരിക്കണം, പെണ്ണുങ്ങളുടെ വായിലൊക്കെ നിൽക്കണ്ടേ? പറഞ്ഞേക്ക, എന്താ പേര്? 3-4 അക്ഷരങ്ങളല്ല, 15 അക്ഷരങ്ങൾ. 15 അക്ഷരങ്ങളോ? അതെന്ത് പേരാണ്? യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അണ്ടർ ഗാർമെന്റ്സ്. ഒരു പെണ്ണ് തന്റെ പുരുഷനോട് എന്റെ ഈ പ്രോഡക്റ്റ് കാണിച്ചിട്ട് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നൊരു വാചകം പറഞ്ഞാൽ
അതിനപ്പുറത്ത് വേറൊരു ക്യാപ്ഷൻ ഉണ്ടോ വില്യം സാറേ? എങ്ങനെ? സത്യം ഇതിലപ്പുറം എന്ത് ഫെയ്ത്ത്ഫുള്ളി ഇക്ക വല്ലാത്ത ഒരു പുള്ളി തന്നെ കേട്ടോ. നല്ല ഉഗ്രം വരും. പക്ഷെ ഒരു കാര്യം, ആ ഇബിലിസ് തന്നെ അഭിനയിക്കണം. ആര്? എന്റെ പങ്കയുടെ പരിസ്ഥിതി വന്നിട്ട് എന്നെ കുതിപ്പിച്ച് കടന്നില്ലേ ആ ബലാര്, അവളുടെ മാതാവ് പോലെ അവൾ തന്നെ അഭിനയിക്കണം. എന്താ നിങ്ങൾക്ക് വയ്യെങ്കിൽ പറ, ഞാൻ വല്ല ന്യൂ ജനറേഷൻ പിള്ളേർ ചേർത്തോളാം. അതാര്? ന്യൂ ജനറേഷൻ, അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. അപ്പങ്ങളെമ്പാടും എന്നൊരു പാട്ട് കാച്ചു. ആ പാട്ടും ഈ പരസ്യവും തമ്മിൽ എന്ത് ബന്ധം? ഉണ്ട്, ഒരുപാടുണ്ട്. എടാവേ, ഇതൊന്നും അവന്മാര് കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന അപ്പങ്ങളല്ലോ. ഇതൊക്കെ ഞങ്ങളുടെ പഴയ പഴയ അമ്മായിമാരുടെ പഴയ പഴയ അപ്പപ്പാട്ടുകളാ. ഒരുപാടുണ്ട്. ആയിക്കോട്ടെ, എല്ലാം ഇക്കാടെ ഇഷ്ടം. അത് അപ്പൊ എപ്പോ തുടങ്ങാം? എപ്പോ തുടങ്ങാം? എനിക്കൊരൊറ്റ ദിവസത്തെ സമയം തന്നാ ഞാൻ എല്ലാം ഏർപ്പാടായിക്കോളാം. ഓക്കെ, ഒരു ദിവസം, ഒരൊറ്റ ദിവസം. പിന്നെ താൻ മുമ്പ് കണ്ട മുസ്തഫയല്ല ഈ മുസ്തഫ. അതെനിക്ക് മനസ്സിലായി കേട്ടോ വില്യം സാറേ? അപ്പോൾ പേര് മറക്കണ്ട, യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, ബ്രാകളും ജെറ്റികളും. പ്രൊപ്പറേറ്റർ ഉസ്താദ് മുസ്തഫ ഖാൻ. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു, ഒറിജിനൽ ഫ്ലേവർ അല്ല. ആ ചെക്കൻ പറ്റിച്ചതാ. ലോലേ, നീ വേണമെങ്കിൽ ഒന്ന് പിടിപ്പിച്ചോ. ആ കൊതിപ്രാക്ക എനിക്ക് കിട്ടണ്ട. എനിക്കിപ്പോ വേണ്ട മാഡം, ലാസ്റ്റ് മതി. അമ്മമ്മ തുടങ്ങിയല്ലേ? ആ വാ ഇരിക്കേ. ഇന്ന് എന്തായിരുന്നു നിന്റെ വർക്ക്? ഒരു തറ ആൽബം. അപ്പൊ പ്രൊഡ്യൂസർ ആയിരുന്നിരിക്കും നായകൻ. കൃത്യമായിട്ടും. കാശ് വല്ലതും തന്നുവോ? 5000 രൂപ തന്നു. കൊള്ളാലോ. ഒരു പകല് മാത്രല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ടിംഗ്. ഇന്നത്തെ പിള്ളേരുടെ ഒരു ഭാഗ്യേ. പണ്ട് കാലത്ത് ഒരു മുഴുവൻ പടം അഭിനയിച്ചാലും എനിക്ക് 5000 രൂപ കിട്ടിയിട്ടില്ല. അത് പോട്ടെ, പ്രൊഡ്യൂസർ വല്ലതും ആവശ്യപ്പെട്ടു? പരവട്ടം. എന്നിട്ട് ഞാൻ അമ്മമ്മയുടെ ഒരു പാഠം അങ്ങ് പ്രയോഗിച്ചു. എന്ത് പാഠം? കൊതിപ്പിച്ചതേ ഉള്ളൂ, ഞാൻ ഇങ്ങ് പോന്നു. എന്തോ അമ്മാമ ഇത്? അമ്മാമയല്ലേ ഞങ്ങളുടെ റോൾ മോഡൽ? ഇത് കണ്ടല്ലേ ഞങ്ങൾ പഠിക്കുന്നേ. ഇത് കണ്ട് പഠിച്ച കൊന്നു കളയും ഞാൻ. പോടുന്നു. ആരാണ് ഇക്കഥയിലെ അമ്മാമറിയാത്ത കഥാപാത്രം? ഇതാണ് അമ്മമ്മേ, എന്റെ അനിയത്തി. ഓ, എലിസബത്ത്. ഒടുക്ക ഇണങ്ങിയല്ലേ? നന്നായി. ആകെയുള്ളത് ചെറിയൊരു ജീവിതം. അതിൽ ആരോടും പിണങ്ങരുത്, പ്രത്യേകിച്ച് കൂടപ്പിറപ്പുകൾ. സന്ധ്യയ്ക്ക് കുളിച്ച് വേഷം മാറുന്ന സ്വഭാവമൊന്നുമില്ലേ എലിസയ്ക്ക്? ഓ ഉണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് കുളിച്ചിട്ടാ വന്നത്. എന്നാലും ഒരുപാട് സഞ്ചരിച്ചതല്ലേ. ഏത് സുന്ദരിയും പൊല്യൂട്ടഡ് ആവും. പൊല്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പഴയ 10ാം ക്ലാസ്സാ. മാലിനമാകും. ഇന്നത്തെ പാഠമാണോ അമ്മാമേ? അനുഭവജ്ഞാനമുള്ള സ്വബോധമുള്ള അമ്മാമ്മമാർ പറയുന്നത് എന്തും പാഠങ്ങളാ. പഠിച്ചോളൂ. പെണ്ണുങ്ങൾക്ക് വേണ്ട 3 ഗുണങ്ങൾ. 1, കാൽനഖം മുതൽ തലമുടി വരെ വൃത്തിയും വെടുപ്പും. 2, ശരീരം മുഴുവൻ ഹൃദ്യമായ സുഗന്ധം. 3, കേൾക്കേണ്ട ആൾ മാത്രം കേൾക്കാൻ വിധത്തിലുള്ള പതിഞ്ഞ സംസാരം. ഈ 3 ഗുണങ്ങളുള്ള പെണ്ണുങ്ങൾ കാണാൻ വലിയ രമ്പയൊന്നും അല്ലെങ്കിലും പുരുഷനെ അവൻ്റെ കൈ അകലത്തിലുള്ള സുന്ദരിയായിരിക്കും. ബാക്കിയൊക്കെ കണ്ണകലത്തിലുള്ള സുന്ദരി. ശ്രദ്ധിച്ചിട്ടില്ലേ? വട്ടമുഖവും വലിയ കണ്ണും വെളുത്ത നിറും തൊണ്ടിപ്പഴം പോലത്തെ ചുണ്ടും. പക്ഷെ വായ തുറന്ന ഉള്ളിത്തോല് ചീഞ്ഞ മാറ്റ സ്മെല്ലായിരിക്കും. കാമുകനോടും. ചിലർക്ക് അരയ്ക്ക് താഴെ വരെ പനങ്കൊല മാറ്റ മുടിയായിരിക്കും. പക്ഷെ അടുത്തുകൂടെ പോകുമ്പോൾ അസഹ്യമായിട്ടുള്ളൊരു ചൂര് വരും. ബസ്സിലെങ്ങാനും ഇവരുടെ പിറകിൽ നിന്നാ ജീവിതം വരെ വെറുത്തു പോകും. കണ്ടാൽ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത ചില സുന്ദരിമാരുണ്ട്. 1.5 പൈസയുടെ കാര്യമായിരിക്കും ചിലപ്പോൾ പറയുക. 1.5 കിലോമീറ്റർ അപ്പുറം കേൾക്കാം. പെണ്ണ് കെയർലെസ് ആയ നാറും. പാഠം ചുരുക്കി പറയാം, പെണ്ണ് നാറിയ പൊര നാറും. ഇന്നത്തെ പാഠം കഴിഞ്ഞു. അമ്മമ്മ കിടക്കുന്നില്ലേ? അമ്മാമ്മയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ അയവർക്കാനുണ്ട്. നിങ്ങൾ പോയി പുട്ടും പയറും പപ്പടം കഴിച്ചിട്ട് ഉറങ്ങിക്കോളൂ. ലോലേ, ലിസ വാ.
എന്താ നീ കിടന്നിങ്ങനെ ആടണത്? അതെ ഇപ്പൊ തന്നെ 4 എണ്ണമായി. ആ പിന്നെ പുട്ടും പയറും പപ്പടവും തിന്നാനുള്ള സ്ഥലം ഈ വയറ്റിലങ്ങ് വെച്ചേക്കണേ. ആ.